ഒരു നോർമൽ കാറുകളുടെ ടർബോ ചാർജറിന് തന്നെ ഏകദേശം 30,000 മുതൽ 40,000 രൂപ വരെ. എഞ്ചിൻ കൂളന്റും ഇതേപോലെ ടർബോ ചാർജറിന്റെ ലൈഫിന് എഞ്ചിൻ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, ഓയിലിന്റെ ടെമ്പറേച്ചറും അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ചൂട് കൂടിയ ഓയിലായിരിക്കും നമ്മളെ ടെർബോയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഗാരേജിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഒരു വണ്ടീൻ്റെ ടർബോ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുകയുണ്ടായി. അപ്പം ആ ഒരു കസ്റ്റമറിന് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു എക്സ്പെൻസീവ് വർക്ക് വരാനുള്ള റീസൺ പ്രോപ്പർ മെയിൻ്റനൻസ് ചെയ്യാത്തതുകൊണ്ട് ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത് അവർ യൂസ്ഡ് വണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം യൂസ്ഡ് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടികൾ എടുക്കുക. അപ്പം അത് പ്രോപ്പറായിട്ട് ചെയ്യാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടീൻ്റെ കാര്യത്തിൽ കുറച്ചിട്ട് വേണം നമ്മൾ ആ ഒരു വണ്ടി എടുക്കാൻ. അപ്പം മെയിനായിട്ട് ഞാനിപ്പം ഈ ഒരു വീഡിയോ തയ്യാറാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നിലവിൽ ആ ഒരു വണ്ടിയിൽ ചെയ്തത് ടർബോ റിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു വർക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ടർബോന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. ഏകദേശം 10,000 രൂപന്റെ തൊട്ടടുത്തായിട്ട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അത് റിപ്പയർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ അശ്രദ്ധ കൊണ്ട് വന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പം വെറുതെ ഒരു 10,000 ഒക്കെ കൊണ്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ കാറുകൾക്കും അത്തരത്തിലുള്ള പണികളും കാര്യങ്ങളൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോന്റെ ശേഷം പോസ്റ്റ് ചെയ്യും ആ ഒരു വീഡിയോ. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ലൈക്കും ചെയ്യാം. പിന്നെ മെക്കാനിക്കൽ വർക്കുകളോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കുകളോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മളെ വർക്ക്ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള വള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളെ ഷോപ്പിന്റെ പേര്, നമ്മളെ ചാനലിന്റെ പേര് തന്നെയാണ് ഓർബിസ് ഗാരേജ് കേട്ടോ. അതാണ് നമ്മളെ ഷോപ്പ്. കാണുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെ നിലവിൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാറുകളിൽ യൂസ് ചെയ്യുന്ന ടർബോ ചാർജറുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു ടർബോ ചാർജർ എന്ന് പറയുന്ന ഡിവൈസ് എന്തിനാണ് കാറിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഹോഴ്സ് പവർ, ടോർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ടർബോ ചാർജർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും. എന്താണ് ഇത് ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടീൻ്റെ എക്സോസ്റ്റ് ഗ്യാസിന്റെ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ടർബോ ചാർജർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് കൊടുക്കുന്ന എയറിന്റെ അളവിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടർബോ ചാർജർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ കൂടുതൽ എയറിനെ കടത്തി വിടുന്നത് വഴി കൂടുതൽ പവർ ഔട്ട്പുട്ട് നമ്മളെ എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു ഡിവൈസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ടർബോ ചാർജർ ഇല്ലാത്ത എഞ്ചിനുകളെ സംബന്ധിച്ച് കുറച്ച് അധികം ടോർക്കും പവറൊക്കെ നമുക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ്. വണ്ടീന്റെ മൈലേജും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ടർബോ ചാർജർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അറിയോ? ഏകദേശം ഇപ്പം കമ്പനിയിൽ നിന്നാണ് നിങ്ങൾ സർവീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരവിടുന്ന് ടോട്ടലി ആ ഒരു അസംബ്ലി റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. ഏകദേശം ഇപ്പം ഒരു നോർമൽ കാറുകളുടെ ടർബോ ചാർജറിന് തന്നെ ഏകദേശം 30,000 മുതൽ 40,000 രൂപ വരെ വിലയും കാര്യങ്ങളൊക്കെ പുതിയതിന് വരുന്നുണ്ട്. പുറത്തുള്ള നമ്മളെ പോലത്തെ വർക്ക്ഷോപ്പുകളിലാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കിറ്റും കാര്യങ്ങളും റീപ്ലേസ് ചെയ്യാണ് ചെയ്യുക. അത് തന്നെ, അതായത് ഫുൾ കിറ്റും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം 10,000 രൂപയൊക്കെയാണ് ഇതിന്റെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു 10,000 അല്ലെങ്കിൽ ആ ഒരു 10,000 മാത്രമല്ല, പിന്നെ നമ്മളെ ലേബറും കാര്യങ്ങളും പിന്നെ അതിനോടനുബന്ധിച്ച് മറ്റു വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടർബോ ചാർജർ എന്താണെന്ന് പറഞ്ഞു. ഇനി ടർബോ ചാർജറിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയി വന്നിട്ട് വണ്ടി ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഐഡലിങ്ങിൽ തന്നെ ഇട്ട് വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം അത്യാവശ്യത്തിന് വണ്ടി ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, ഓയിലിന്റെ ടെമ്പറേച്ചറും അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ചൂട് കൂടിയ ഓയിലായിരിക്കും നമ്മളെ ടെർബോയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. അപ്പൊ ടെർബോന് മതിയായ ലൂബ്രിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു 2 മിനിറ്റ് ഇതേപോലെ ഐഡ്ലിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എഞ്ചിന്റെ ഓയിൽ സമ്പിൽ നിന്നും കൂൾ ഡൗൺ ആയിട്ടുള്ള ഓയിൽ നമ്മുടെ ടെർബോയിലോട്ട് എത്തുകയും അങ്ങനെ തണുത്ത ഓയിൽ 2 മിനിറ്റ് സർക്കുലേഷൻ വരുന്ന സമയത്ത് ടെർബോന്റെ ലൈഫ് ഒന്നും കൂടെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വണ്ടി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രാത്രി നമ്മൾ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സമയം നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ആണെങ്കിലും 1-2 മിനിറ്റ് ഐഡിലിങ്ങിൽ ഇട്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ആക്കുന്ന സമയത്താണെങ്കിലും ഒരു 2 മിനിറ്റ്
സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വെക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ എടുത്തു പോകുന്നതിന് പകരം ഒരു 2 മിനിറ്റ് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ടർബോ ചാർജർ അതിൻ്റെ ആ ഒരു കൂളിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് ടർബോന്റെ ലൈഫും കാര്യങ്ങളും കൂട്ടാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ എൻജിൻ ഓയിൽ പ്രോപ്പറായിട്ട് പീരിയോഡിക് സർവീസ് ചെയ്യുമ്പോൾ, അതായത് പീരിയോഡിക് സർവീസ് ഓൺ ടൈമിൽ തന്നെ ചെയ്യാം. എൻജിൻ ഓയിൽ ഓവർ കട്ടിയൊക്കെ ആയി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ മതിയായ ലൂബ്രിക്കേഷൻ ടർബോന് കിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ ടർബോന്റെ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് എൻജിൻ ഓയിൽ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ ഓരോ വണ്ടിക്ക് അനുസരിച്ച് ഇത്ര കിലോമീറ്റർ, അല്ലെങ്കിൽ എൻജിൻ ഓയിലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇത്ര കിലോമീറ്റർ വരെ ഈ ഒരു എൻജിൻ ഓയിൽ ഓടിക്കാം എന്ന് വർക്ക്ഷോപ്പിൽ നിന്നും ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ ഓയിൽ സർവീസ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി എൻജിൻ ഓയിൽ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഗ്രേഡ് ഏതാണോ വരുന്നത് ആ ഒരു ഗ്രേഡിലുള്ള നമ്മളെ കാർ മാനുഫാക്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന എൻജിൻ ഓയിൽ മാത്രം യൂസ് ചെയ്യുക. അത് ഏത് ബ്രാൻഡാന്നുള്ളത് നിങ്ങളെ ഇഷ്ടം. അതിൻ്റെ ഗ്രേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. കറക്റ്റ് ഗ്രേഡ് തന്നെ ഉള്ള എൻജിൻ ഓയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഹൈ ക്വാളിറ്റി എൻജിൻ ഓയിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. എയർ ഫിൽറ്ററിന്റെ കാര്യത്തിലാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് തന്നെ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യണം. എങ്കിലേ മതിയായ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓയിലിന്റെ അളവ് കുറവുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. എൻജിൻ ഓയിൽ പ്രോപ്പർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഓയിൽ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഓയിലിന്റെ പ്രഷർ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടർബോ ചാർജറിന് വർക്ക് ചെയ്യാൻ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ടർബോ ചാർജറിന് വേണ്ട ലൂബ്രിക്കേഷനും കാര്യങ്ങളൊന്നും കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10,000 നിങ്ങൾക്ക് നഷ്ടമായേക്കാം. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ കൂളന്റും ഇതേപോലെ ടർബോ ചാർജറിന്റെ ലൈഫിന് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. കൂളന്റ് ലെവൽ ചെക്ക് ചെയ്യുക, കൂളന്റ് ലീക്കൊന്നും ഇല്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കാതിരിക്കുക. ടർബോ വരുന്ന വാഹനങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് ആക്സിലറേഷൻ കൊടുക്കാതിരിക്കുക, സഡൻ ആയിട്ട് ഡീസലറേഷൻ ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആക്സിലറേറ്റർ പെട്ടെന്ന് കൊടുക്കുക, പെട്ടെന്ന് എടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ടെർബോ വർക്ക് ചെയ്യാനായിട്ട് സ്ട്രെസ് കൂടുതൽ എടുക്കേണ്ടി വരും. അതും ടെർബോന്റെ ലൈഫ് കുറയ്ക്കാൻ കാരണമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെർബോ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ അതിന്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോയ്സിന് അല്ലെങ്കിൽ ശബ്ദത്തിന് എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ടെർബോന്റെ സൗണ്ടൊക്കെ അധികം ആൾക്കാർക്കും കേട്ടാൽ മനസ്സിലാവും. ടെർബോന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ സൗണ്ട് ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ചില സമയങ്ങളിലൊന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ടർബോന്റെ ലൈഫ് കൂട്ടാനൊക്കെ പറ്റും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള വള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തെങ്കിലും വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കൽ സർവീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും സ്ക്രീനിൽ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.